ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫ്രോക്ക് ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ്. ഈ ഫ്രോക്ക് ഡിസൈനിങ് ഫ്ലോറൽ പ്രിൻ്റാണ് ചെയ്യുന്നത്. ഫ്ലോറൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു ഫ്ലോറൽ ഇമേജ് ഓപ്പൺ ചെയ്യണം. ഫ്ലോറൽ ഇമേജ് ഓപ്പൺ ചെയ്തിട്ട് അതിനെ ആൾ സെലക്ട് ചെയ്ത് വെക്കുക. ആൾ സെലക്ട് ചെയ്ത് അതിനെ കോപ്പി എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പുതിയ പേജ് ഉണ്ടല്ലോ, ആ പുതിയ പേജിൽ പെൻ ടൂൾ ഉപയോഗിച്ച് ഡ്രസ്സിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. വരച്ചതിന് ശേഷം മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മേക്ക് സെലക്ഷൻ കൊടുക്കുക. മേക്ക് സെലക്ഷൻ കൊടുത്ത് ഇവിടെ പേസ്റ്റ് ഇൻടു എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് എന്ത് വരും? ആ പേസ്റ്റ് ചെയ്ത് വരും. നമ്മൾ കോപ്പി എടുത്ത ഇമേജ് നമ്മൾ വരച്ച ആ ഒരു ഭാഗത്ത് വരച്ചിട്ടുണ്ട്, സെലക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, അതിനുള്ളിലായിട്ട് കറക്റ്റായിട്ട് വരും. പിന്നെ അതിൻ്റെ സൈസൊക്കെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഗേസ്, ഇനി നമ്മൾ ഈ ഒരു ചാനൽ ചെയ്യുന്നത് ഇങ്ങനെ ഫോട്ടോഷോപ്പ് ചെയ്യുന്ന ഓരോ ഡിസൈൻസിൻ്റെ വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വോയിസ് ഓവറിൻ്റെ വീഡിയോ ചെയ്യണത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക. പിന്നെ കാണാൻ ഇത്ര സിമ്പിൾ ആണെങ്കിലും പെൻ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഏത് പണിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഞാനിങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ മൗസ് പണി പറ്റിച്ചത്. ഒരുപാട് ബുദ്ധിമുട്ടിച്ചെങ്കിലും ലാസ്റ്റ് അങ്ങ് ശരിയായി ഗേസ്. ഈ ഫ്രോക്കിൻ്റെ താഴെ ഭാഗത്ത് കുറച്ച് വിടർന്ന് ഇങ്ങനെ നിൽക്കാൻ, അത്യാവശ്യം ഫ്രില്ലുള്ള രൂപത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ടോപ്പിൻ്റെ ബോട്ടം ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കോപ്പി എടുത്ത് അതിൻ്റെ 2-3 കോപ്പി എടുത്തതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാവും. ഡ്രസ്സിൻ്റെ ഡിസൈനൊക്കെ ഒന്ന് ഉഷാറായി കിട്ടും. ഇതേപോലെ ഇവിടെ സ്ലീവിൻ്റെ ഇവിടെ അതേപോലെ ഞാൻ ഫസ്റ്റ് ഒരു ഡിസൈൻ ചെയ്തു. ആ ഡിസൈനിൻ്റെ കോപ്പി എടുത്ത് സെപ്പറേറ്റ് 3 കോപ്പി എടുത്തതിന് ശേഷം 2 ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫോട്ടോഷോപ്പ് പഠിച്ചവർക്ക് അറിയാം എവിടെയാണ് കോപ്പി ഉണ്ടാവുക. കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എഡിറ്റ് മെനുവിലാണ് കോപ്പി ഉണ്ടാവുക. ആദ്യം നമുക്ക് ഏത് ഭാഗമാണോ കോപ്പി വേണ്ടത് ആ ഭാഗം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഫോട്ടോഷോപ്പിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് മെനുവിൽ കോപ്പി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് കോപ്പി കിട്ടും. കോപ്പി എടുത്തതിന് ശേഷം ഏതൊക്കെ ഭാഗത്താണ് നമുക്ക് ആ ഒരു ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നത്, അങ്ങനെ ആ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? പേസ്റ്റ് കൊടുക്കാൻ പറ്റും. പേസ്റ്റിന് എഡിറ്റ് മെനു തന്നെ പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഉപയോഗിച്ചാൽ മതി. പേസ്റ്റിന് ഷോർട്ട് കീ എന്ന് പറയുന്നത് Ctrl+V ആണ്. ഏതൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് കോപ്പി പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. കോപ്പി പേസ്റ്റ് ഉപയോഗിക്കും, അതല്ലെങ്കിൽ പിന്നെ പേസ്റ്റ് ഇൻടു എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പേസ്റ്റ് ഇൻടു എന്ന് ഉപയോഗിക്കുക എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ അത് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ നമ്മളത് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ഇതിക്കൊന്നും അല്ല വരിക, റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് പേസ്റ്റ് ആവുക. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ജസ്റ്റ് ആ ഒരു ഡ്രസ്സിനകത്ത് തന്നെ നമുക്ക് പ്രിൻ്റായിട്ട് കിട്ടണം. അപ്പോൾ അങ്ങനെ അതിനകത്ത് നമുക്ക് പേസ്റ്റ് ചെയ്യണമെങ്കിൽ പേസ്റ്റ് ഇൻടു എന്നുള്ള ഓപ്ഷനാണ് ഉപയോഗിക്കുക. മറ്റേത് നമ്മളിവിടെ ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റ് എടുത്ത് കോപ്പി എടുത്തു പേസ്റ്റ് കൊടുക്കുമ്പോൾ ആ റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെയാണ് ഇങ്ങോട്ട് വരിക. അപ്പം അങ്ങനെ വരാൻ പാടില്ല. നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ഡ്രസ്സിനകത്താണ് ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പേസ്റ്റ് ഇൻടു എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. എന്നാലേ ഇങ്ങനെ ഈ ഡ്രസ്സിനകത്ത് ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റ് വരുള്ളൂ. ഇനി ഫ്ലോറൽ അല്ല വേറെ ഏത് പ്രിൻ്റ് ആണെങ്കിലും ഒരു ഷേപ്പിനകത്ത് ഒരു സെലക്ഷനകത്ത് നമ്മൾ പേസ്റ്റ് ആയി വരാനാണ് പേസ്റ്റ് ഇൻടു എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതും എഡിറ്റ് മെനു തന്നെയാണ് പേസ്റ്റ് ഇൻടു എന്നുള്ളത്. ഈ ഒരു ഇമേജിൻ്റെ താഴെ ഭാഗത്ത് കുറേ ഫ്രില്ല് അങ്ങനെ കട്ടും കോപ്പും ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് താഴെ, അതുകൊണ്ട് അത്രയും ഒരു ലുക്ക് കിട്ടുന്ന ഡ്രസ്സിന്. പിന്നെ ആ വൈറ്റ് കളർ പേജ് എനിക്ക് അത്ര പോരാൻ തോന്നി, കാരണം ഈ ഒരു ഡിസൈൻ പിങ്ക്